എല്ലാവർക്കും നമസ്കാരം. ഗർഗഭാഗവതത്തിൻ്റെ 4-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് പറയുന്നത്. നന്ദൻ്റെ ലക്ഷണം, ശ്രുതിമാരുടെ ഗോപീഭാവം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഭഗവാൻ തൻ്റെ അവതാര തീരുമാനം ദേവന്മാരോട് പറയുന്ന സന്ദർഭമായിരുന്നു. താൻ എങ്ങനെയാണ് ഭൂമിയിലേക്ക് അവതരിക്കാൻ പോകുന്നത്, അതുപോലെ ദേവന്മാർ ഓരോരുത്തരും എങ്ങനെയാണ് ഭൂമിയിലേക്ക് അവതരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഭഗവാൻ ബ്രഹ്മാവിനോട് വിശദമാക്കുന്നൊരു സന്ദർഭമായിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഭഗവാൻ ബ്രഹ്മാവിനോട് തുടർന്ന് അരുളി ചെയ്തു: സദാസമയവും പശുക്കളെ പാലിക്കുക, ഗോരക്ഷ ഉപജീവനമാർഗമാക്കുക എന്നിങ്ങനെയുള്ളവരാണ് ഗോപന്മാർ. അവരുടെ ഇടയിൽ 9 ലക്ഷത്തിലധികം പശുക്കളുള്ളവരാണ് നന്ദന്മാർ. 5 ലക്ഷത്തിലധികമുള്ളവർ ഉപനന്ദന്മാരും 10 ലക്ഷത്തിലധികമുള്ളവർ വൃഷഭാനുക്കളുമായി പറയപ്പെടുന്നു. 1 കോടിയിലധികം പശുക്കളുള്ളവർ നന്ദരാജാക്കന്മാരും 50 ലക്ഷത്തിലധികമുള്ളവർ വൃഷഭാനുവര്യന്മാരുമാണ്. സുചന്ദ്രനും ദ്രോണനും ആ പേരിന് അർഹന്മാരായിരുന്നു. ഭഗവാൻ മുൻപ് വരം നൽകിയവരെല്ലാം വ്രജത്തിൽ ഗോപികമാരായി ജനിക്കും. വ്രജത്തിൽ താമസിക്കുവാൻ മാത്രം എന്തു പുണ്യമാണ് ആ സ്ത്രീകൾ ചെയ്തിരുന്നതെന്ന ബ്രഹ്മാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ഭഗവാൻ തുടർന്ന് പറഞ്ഞത് ഗോപികമാരുടെ വാസത്തെപ്പറ്റിയും പ്രവൃത്തികളെപ്പറ്റിയുമായിരുന്നു. പൂർവ്വകാലത്ത് ശ്രുതിമാർ ശ്വേതദ്വീപിൽ ചെന്ന് അഷ്ടഭുജനായ ശ്രീഹരിയെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ അവരോട് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. തങ്ങൾക്ക് ഭഗവാന്റെ കേവലം ആനന്ദമയമായ രൂപം ദർശിക്കുമാറാകണമെന്നായിരുന്നു അവർ അപേക്ഷിച്ചത്. അപ്പോൾ ഭഗവാൻ അവർക്ക് ദിവ്യമായ ഗോലോക വൃന്ദാവനത്തെ കാണിച്ചു കൊടുത്തു. മനോഹരമായ ആ വൃന്ദാവനത്തിൽ അവർ ദർശിച്ചത് വിവിധ രാസരംഗങ്ങളാൽ ഉന്മത്തരായ ഗോപികമാരെയും അവരുടെ മധ്യത്തിൽ ശോഭിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെയുമായിരുന്നു. ഇനി എന്താണ് മോഹമെന്ന് ചോദിച്ചപ്പോൾ മറുപടി, തങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാനുമായി കൂടിച്ചേരുവാൻ മോഹമുണ്ടെന്നും അവിടെ കണ്ട ഗോപികമാരെ പോലെ ഭഗവാനെ സേവിക്കുവാൻ അവസരം ലഭിക്കണമെന്നുമായിരുന്നു. അതിനുത്തരമായി വിഷ്ണു ഭഗവാൻ അവരോട് പിന്നീടുണ്ടാകാൻ പോകുന്ന സൃഷ്ടിയിൽ സാരസ്വതകൽപ്പം കഴിഞ്ഞാൽ അവരെല്ലാവരും ഭൂമിയിൽ ഭാരതഖണ്ഡത്തിൽ മധുരയിലെ വൃന്ദാവനത്തിലുള്ള രാസമണ്ഡലത്തിൽ ഗോപികമാരായി ജനിക്കുമെന്നും അപ്പോൾ അവരുടെ ആഗ്രഹം സഫലമാകുമെന്നുമായിരുന്നു. ഈ വരത്തിൻ്റെ പ്രഭാവത്താൽ ശ്രുതിമാർ ഗോപികമാരായി ജനിക്കുകയുണ്ടായി. കൂടാതെ ഭഗവാന്റെ ശ്രീരാമാവതാര സമയത്ത് സീതാസ്വയംവരം കഴിഞ്ഞ അവസരത്തിൽ ജനകപുരിയിലെ സ്ത്രീകൾ ഭഗവാനെ കണ്ടിട്ട് തങ്ങളുടെ പ്രിയതമനാകാൻ അഭ്യർത്ഥിച്ചു അത്രേ. അപ്പോൾ ഭഗവാൻ അവരോട് താൻ ദ്വാപരയുഗത്തിൽ അവരുടെ മോഹം സഫലീകരിപ്പിക്കുമെന്നും ഭക്തി, ദാനം, തപസ് എന്നിവയോടുകൂടി ഭഗവാനെ ഭജിച്ചു കൊള്ളണമെന്നും അരുളി ചെയ്യുകയുണ്ടായി. അതിനുശേഷം പരശുരാമനെ പരാജിതനാക്കി പ്രതാപം പ്രദർശിപ്പിച്ചപ്പോഴും അയോധ്യയിൽ മടങ്ങിയെത്തി സീതാസമേതനായി വസിച്ചപ്പോഴുമെല്ലാം അവിടുത്തെ സ്ത്രീകൾ ഭഗവാനിൽ പ്രേമപരവശരായി തീരുകയുണ്ടായി. സരയൂ തീരത്തിൽ തങ്ങളുടെ അഭീഷ്ട സിദ്ധിക്കായി തപസ്സനുഷ്ഠിച്ചപ്പോൾ അവർക്ക് കേൾക്കുമാറായ അശരീരിയിൽ ദ്വാപരയുഗാവസാനത്തിൽ യമുനാ തീരത്ത് വെച്ച് അവരുടെ അഭീഷ്ടങ്ങൾ താൻ സാധിപ്പിച്ചു കൊടുക്കുമെന്നായിരുന്നു. ശ്രീരാമന്റെ വനവാസ കാലത്ത് ഭഗവാനെ കാണുവാൻ ഭാഗ്യം സിദ്ധിച്ച മഹർഷിമാർക്ക് പോലും ഭഗവാനോട് സീതയ്ക്കുള്ളതിന് സമാനമായ പ്രേമം ഉദിച്ചിരുന്നു. അവർക്കും ശ്രീരാമനെ കണ്ട് പ്രേമവിഹ്വലരായി തീർന്ന പല സ്ത്രീകൾക്കും ഭഗവാൻ നൽകിയ വാക്ക്, അവരുടെ എല്ലാം അഭിലാഷം താൻ ദ്വാപരയുഗത്തിൽ വൃന്ദാവനത്തിലെ യമുനാ തീരത്ത് വെച്ച് സഫലമാക്കി കൊടുക്കാം എന്നായിരുന്നു. ശ്രീരാമൻ അവസാന കാലത്ത് സീതയെ ഉപേക്ഷിക്കുകയുണ്ടായല്ലോ. അതിനുശേഷം യജ്ഞങ്ങൾ നടത്തുമ്പോഴെല്ലാം സീതയുടെ സ്വർണ്ണ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടായിരുന്നു ഭഗവാൻ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നത്. അങ്ങനെ അയോധ്യയിൽ യജ്ഞസീതമാരുടെ ഒരു സമൂഹം തന്നെയുണ്ടായി. അവരെല്ലാം ചൈതന്യം പൂണ്ടവരായി ശ്രീരാമനോട് തങ്ങളെ സ്വീകരിക്കാൻ അപേക്ഷിച്ചു. എന്നാൽ താൻ ഏകപത്നി വ്രതക്കാരനാകയാൽ അവരെ സ്വീകരിക്കാൻ സാധ്യമല്ലെന്നും അവർ ദ്വാപരയുഗത്തിൽ വൃന്ദാവനത്തിൽ ജനിച്ചാൽ അവിടെ വെച്ച് അവരുടെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാമെന്നും ഭഗവാൻ അവർക്ക് വാക്കു നൽകിയിരുന്നു. അതുപ്രകാരം മുൻ പറഞ്ഞവരെല്ലാം തന്നെ ഗോപികമാരായി വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. ഇത്രയുമാണ് അധ്യായം 4 പറയുന്നത്. അടുത്ത അധ്യായമായി നമ്മൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.